ഐ ആം തെസ്ലി. ഞാനിവിടെ ഷീഫിറ്റിൽ ജോയിൻ ചെയ്തിട്ടിപ്പം 5ാമത്തെ മാസമാണ്. എനിക്കുണ്ടായ മാറ്റങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ വന്നിരിക്കുന്നത്. ഷീഫിറ്റിൽ വരുന്ന സമയത്ത് 120 കിലോ ഉണ്ടായിരുന്നു. അവിടുന്ന് 2 അക്കാക്കാൻ എന്നെ ഏറ്റവും കൂടുതൽ സഹായിച്ചത് ഷീഫിറ്റാണ്. കാരണം പ്രോപ്പർ ഡയറ്റ്, വർക്കൗട്ട്. ഇപ്പോൾ ഞാൻ കറക്റ്റുള്ള വെയിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 90ആണ്. അതുമാത്രമല്ല, എനിക്ക് PCOD ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. പീരീഡ്സ് ഒന്നും പ്രോപ്പറല്ല. അതുകൊണ്ട് തന്നെ കുറേ പ്രശ്നങ്ങൾ, എയർഫോള്, കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം എനിക്ക് 80% PCOD കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ടുണ്ട്. ഷീഫിറ്റിൽ വന്നതിന് ശേഷമുള്ള എൻ്റെ ഏറ്റവും വലിയ മാറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് രണ്ടാണ്. ഒന്ന് വെയിറ്റ് കുറയാന്ന് പറഞ്ഞാൽ പെട്ടെന്നൊന്നും നടക്കാൻ പോകുന്ന കാര്യമൊന്നുമല്ല. പക്ഷേ 30 കിലോ എനിക്ക് ചിന്തിക്കുന്നതിലപ്പുറമാണ്. പക്ഷെ ഒരു 5 മാസം കൊണ്ട് എനിക്ക് അവിടെ എത്താൻ പറ്റിയെന്നാണ് ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് ഞാൻ കണക്കാക്കുന്നത്. PCOD വന്നതിന് ശേഷം ഞാൻ നല്ല രീതിയിൽ മെൻ്റലി ഡൗൺ ആയിരുന്നു. കാരണം നല്ല രീതിയിൽ എനിക്ക് എയർഫോൾ ഉണ്ട്. പിന്നെ എപ്പോൾ നോക്കിയാലും ഫുഡ് കഴിക്കുക, പിന്നെ ഉറങ്ങുക, അങ്ങനത്തെ ഒരു പാറ്റേൺ ആയിരുന്നു എൻ്റെ ലൈഫ് സ്റ്റൈൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ. പിന്നെ ഹെയർഫോൾ നല്ല രീതിയിൽ മാറ്റമുണ്ട്. കാരണം എപ്പോൾ നോക്കിയാലും റൂമും ഫുള്ള് ഹെയർ മാത്രമായിരുന്നു. ഇപ്പോൾ അതില്ല. അതിന് വലിയൊരു കാര്യമാണ്. പിന്നെ എനിക്ക് എവിടെയെങ്കിലും പോകണമെങ്കിൽ ഫാമിലി എല്ലാവരും അങ്ങ് എത്തിയിട്ടുണ്ടാവും. ഞാൻ നടന്നാലും എത്തൂല. കാരണം എനിക്ക് ഭയങ്കര കിതപ്പാണ്. എനിക്ക് എൻ്റെ തടി വെച്ചിട്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. അപ്പോൾ എനിക്കിപ്പം അതിൽ നിന്നൊക്കെ നല്ല ഡിഫറൻസ് ഉണ്ട്. കാരണം എനിക്ക് എത്ര സ്പീഡിൽ നടക്കാൻ പറ്റുന്നു നോക്കിയാൽ എനിക്ക് മാക്സിമം അത് ചെയ്യാൻ പറ്റുന്നുണ്ട്. കാരണം എനിക്ക് കിതപ്പില്ല. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ബോഡി ഷെയ്മിങ് ഞാൻ നല്ല രീതിയിൽ അനുഭവിച്ച ഒരാളാണ്. എന്തെങ്കിലും ഫംഗ്ഷന് പോയി കഴിഞ്ഞാൽ, ഫുഡ് കഴിക്കാൻ പോവുകയാണെങ്കിലും നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് തന്നെയായിരിക്കും നമ്മുടെ കൂടെ ഉണ്ടാവുക. പക്ഷേ അവർ തന്നെ നല്ല രീതിയിൽ നമ്മളെ ബോഡി ഷെയ്മിങ് കുറേ അനുഭവിച്ച ആളാണ്. പക്ഷെ എനിക്കതൊരു വിഷയമല്ലായിരുന്നു. അതങ്ങനെ അങ്ങ് പോട്ടെ എന്നൊരു ചിന്തയായിരുന്നു. പക്ഷേ ഒരു സമയം എത്തിയപ്പോൾ എനിക്ക് തോന്നി, ഇങ്ങനെ പോയാൽ പോരാ, എന്തായാലും മാറ്റം വേണം. ഈ ഒരു ജേണിയാണ് എന്നെ ഇവിടം വരെ എത്തിച്ചത്. എന്നെപ്പോലെ അമിതഭാരം കാരണം ബുദ്ധിമുട്ടുന്നവരായിരിക്കും നിങ്ങളിൽ പലരും. ഷീഫിറ്റിൽ ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും വർക്കൗട്ടുകളും ക്ലാസ്സുകളും അവൈലബിൾ ആണ് ഇപ്പോൾ. അപ്പോൾ ഇനി ഷീഫിറ്റിൽ വെച്ച് കാണാം.